പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ വഴിത്തിരിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിഷേകിന്റെ കാര്യത്തിൽ ചന്തു ഇടപെട്ടു തുടങ്ങിയതിനെ തുടർന്ന് കാര്യങ്ങൾ ഇനി എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് പോകുന്നത്. മാത്രവുമല്ല, ഇനി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കണമെങ്കിൽ ചന്തുവിനെ ഒഴിവാക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. ചന്തുവിനെ കൊടുക്കുക തന്നെ വേണം, അത് എൻ്റെയും വാശിയാണ് എന്ന് വ്യക്തമാക്കുന്ന ദേവബാല, എൻ്റെ അച്ഛനെ തല്ലിയതിനുള്ള തിരിച്ചടി ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയവുമില്ല. എങ്ങനെയാണ് അവനെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ദേവബാല പോവുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് ചന്തുവിനെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ചന്തുവിനെ കാണുന്നതിനായി ഇപ്പോൾ ജയരാമൻ കടന്നു വന്നത്. ഈ വരവ് കണ്ട് ഞെട്ടിപ്പോകുന്ന ചന്തു കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ്. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? മനസ്സിലായില്ല. ചന്തു, ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിന്റെ സഹായം എനിക്കിപ്പോൾ ആവശ്യമാണ്. എന്ത് സഹായം? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ അഭിമോനോട്. പക്ഷേ അഭിമോന്റെ ജീവന് ഭീഷണിയായ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ആ തീരുമാനം നടപ്പാകണമെങ്കിൽ എൻ്റെ കൂടെ നീയൊക്കെ നിന്നേ മതിയാകൂ. അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നേ? മനസ്സിലായില്ല. ഞാൻ പറയാം. നമുക്ക് ദേവബാലയുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിക്കണം. അതിനു വേണ്ടി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും വേണം. ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഗായത്രി തിരികെ വന്നിരിക്കുകയാണ്. എന്ത്? ഗായത്രി അമ്മ തിരികെ വന്നെന്നോ? അതെ, അവൾ എൻ്റെ വീട്ടിലുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് ഗായത്രി അമ്മയ്ക്ക്? ഞാൻ കണ്ടിട്ട് കുറെ നാളായി. ഇപ്പോൾ മനോനില തെറ്റിയിരിക്കുകയാണ്. എല്ലാ കാര്യവും കൃത്യമായി ശരിയായി വരുന്നതേയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മോനെ കാണുന്നതിനായി വന്നത്. മോന്റെ സഹായം എനിക്ക് ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഗായത്രിയെയും അഭിഷേകിനെയും എനിക്ക് രക്ഷിക്കണം. ഇത് കേട്ടതിനെ തുടർന്ന്, ഞാനുണ്ട് അങ്കിൾ, എന്തിനും ഏതിനും കൂടെ ഞാനുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്കൊന്ന് ഗായത്രി അമ്മയെ കാണണം. അതിനുശേഷം ഞാൻ ഈ കാര്യം അഭിഷേകിനെ അറിയിച്ചു കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.